ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയും ബീഫ് കറിയാണ്. അത് നമ്മൾ പാക്കറ്റായിട്ടുള്ളത് ബിരിയാണി നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാണ്. ബീഫ് കറിക്കുള്ള സാധനങ്ങളാണ് ഇതെല്ലാം: ഉള്ളി, കൊച്ചുള്ളി, തക്കാളി, എല്ലാ സാധനമുണ്ട്. ബിരിയാണിക്കുള്ള ഒരു കിറ്റിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന രീതി അറിയാം. കുക്കറിനകത്തിട്ട് പക്ഷേ ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങാക്കൊത്താണ്. അത് മസ്റ്റാണ്. അത് വറുത്തതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി, പെരുംജീരകം ഇട്ടതിന് ശേഷം കറിവേപ്പില ഇട്ട് പൊട്ടിക്കും. ശേഷം ഉള്ളി, പച്ചമുളക്, തക്കാളി, കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും. തക്കാളി, കാപ്സിക്കം, തേങ്ങാക്കൊത്തോടെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമണം മാത്രം വരെ ഇളക്കുക. അതിനുശേഷം എണ്ണയൊക്കെ ഇതായി വരുമ്പോൾ അതിനകത്ത് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഇട്ട് വെന്ത ഇറച്ചി അതിനകത്ത് തട്ടി നല്ലതുപോലെ മിക്സാക്കിയിട്ട് കറിവേപ്പിലയും പുതിനയിലയും മല്ലിയിലയും ഇട്ട് അടച്ച് വെച്ച് വേവിക്കും. അതിനുശേഷം നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കണം. അതിനുശേഷം ചെരുവം വെച്ചതിനകത്തോട്ട് മസാല എല്ലാം ഇട്ട് മൂപ്പിച്ചതിന് ശേഷം വെന്ത് വെച്ച് ചോറ് അതിനകത്തിട്ട് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇട്ട് അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെച്ച് അതിൻ്റെ മണ്ടയ്ക്ക് തീയൊക്കെ ഇട്ട് പപ്പടവും കാച്ചി ഇതിൻ്റെ കൂടെ തന്നെയുള്ള പപ്പടമായിരുന്നു. അപ്പം ബിരിയാണിയും റെഡി ആയിട്ടുണ്ട്, ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ